ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പൊ നിങ്ങൾ എന്റെ ചേച്ചി അടിക്കാൻ കൈ ഓങ്ങിയത് ഞാൻ കണ്ടു. ഇതുവരെ ചേച്ചിയെ നിങ്ങൾ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിച്ചിരുന്നില്ല. ഇതേതോ സ്കൂൾ കുട്ടി എഴുതുപോലുണ്ടല്ലോ. ഇതേ എനിക്ക് നമ്മുടെ റൂമിൽ നിന്ന് കിട്ടിയതാ. റൂമിനാ? ഇത് നിങ്ങൾ എഴുതിയതാ. അതിന് തെറ്റ കൈക്ഷരാന്നോ? അല്ലല്ലേ, ഇത് മറ്റാരുടെ നിന്നെ കളിപ്പിക്കാൻ വേണ്ടി എഴുതിയതാ. നിങ്ങൾ അച്ഛനും മകനും എന്റെ മുന്നിൽ ഒരുപാട് നാടകം കളിക്കുന്നുണ്ട്, ഒരുപാട് നുണകളും പറയുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം ഞാൻ ഈ കള്ളക്കളിയൊക്കെ കണ്ടുപിടിക്കും. ഭാമയെ പറയുന്നത് സത്യഭാമ. എന്നാലും അതാരായിരിക്കും ആ കത്തെഴുതിയത്? വിഷ്ണുവിന്റെ മക്കളാണ് സത്യം. എത്ര നേരമെന്ന് വെച്ചാ കാത്തിരിക്കുക? എപ്പ വരും എപ്പ പോകുമെന്നൊന്നും പറയാതാണോ അവള് പോകുന്നേ? വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്തായാലും അധികം വൈകില്ല. അവര് വന്നെന്ന് തോന്നുന്നു. ആരാണാവോ? വാ നോക്കാം. കണ്ടോ അവള് കാണിച്ചത്? കണ്ടോ? എത്ര ദുഷ്ടയോ ആവട്ടെ, ഇത്രയും ദൂരം അവളെ കാണാൻ വന്ന അവളുടെ ഭർത്താവിന്റെ അമ്മയല്ലേ ഞാൻ. എപ്പോ വന്നു എന്ന് ചോദിക്കാലോ, അല്ലെങ്കിൽ വന്നിട്ട് എന്തെങ്കിലും കുടിച്ചോ എന്ന് ചോദിക്കാലോ. എന്നോട് ദേഷ്യമാണെന്ന് വെക്കാം. എന്റെ ആങ്ങളെ ഇരിക്കുന്നുണ്ടല്ലോ, അവളുടെ ഭർത്താവിന്റെ അമ്മാവനല്ലേ, എന്തെങ്കിലും ഒന്ന് ചോദിക്കാലോ. അങ്ങനെ സ്നേഹത്തോടെ മിണ്ടാവുന്ന ഒരവസ്ഥയിലല്ലല്ലോ ചേച്ചി നിങ്ങൾ ഇവിടെ എത്തിച്ചത്. നിങ്ങൾ എന്റെ ചേച്ചിയോട് കാണിച്ച എല്ലാ ക്രൂരതകൾക്കും നല്ല ഭംഗിയായിട്ട് പകരം വീട്ടാൻ അറിയാഞ്ഞിട്ടല്ല. യോജിച്ചു പോവാൻ പറ്റുമെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ചു തന്നെയാ വലിയ നടപടികളിലേക്കൊന്നും പോവാതെ സ്റ്റേഷനിൽ വെച്ച് പരാതി പറഞ്ഞ് പരിഹാരം കണ്ടത്. ഇല്ലെങ്കിൽ ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അച്ഛനെന്താ ഒന്നും പറയാത്ത? മോളെ, ഇവര് കാണിച്ചതും ശാരിക കാണിച്ചതും രാജീവ് ശാരിയോട് കാണിച്ചതുമെല്ലാം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇര കീറി ചെകഞ്ഞ് അതിനെ വീണ്ടും പ്രാണപ്പെടുത്തിയിട്ട് എന്ത് കാര്യമിരിക്കുന്നു? ശാരിക ഗർഭിണിയാണ്. അതറിഞ്ഞിട്ടാണ് ഇവരിപ്പോ വന്നിരിക്കുന്നത്. ഇവർക്ക് ഈ കാര്യത്തിൽ എന്തൊക്കെയോ ശാരികയോട് ചോദിക്കണമെന്നുണ്ട്. മോളെ, എന്താന്ന് വെച്ചാ ചോദിക്കട്ടെ. രാജീവ് വന്നു കഴിഞ്ഞാൽ അവൾ അങ്ങോട്ട് തന്നെയല്ലേ പോണ്ടി വരിക. ഇവരൊന്നിച്ചല്ലേ താമസിക്കേണ്ടത്.
വഴക്കും ബഹളവും ഇല്ലാതെ പോവാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം. അങ്ങനെ തന്നെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ചേച്ചി, ചേച്ചിയോട് ഇവർക്ക് എന്തൊക്കെയോ ചോദിച്ചറിയാനുണ്ടെന്ന്. എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ രാജീവേട്ടൻ തന്നെയാണോന്നാണോ? അതാണോ അറിയേണ്ടത്? ഹ്, കണ്ടില്ലേ അവളുടെ അഹങ്കാരം? ഇവളുടെ അച്ഛനും അമ്മയും സഹോദരി നിൽക്കെ ഇത്രയും തന്റെ ഇടത്തോടെ ഇവളുടെ നാവാടുന്നുണ്ടെങ്കിലേ അവിടെ ഏതെല്ലാം രീതിയിലായിരിക്കും ഇവൾ എന്നോട് പെരുമാറിയിരിക്കുക എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ചാരികേ, ഞങ്ങൾ നിന്നെ ചോദ്യം ചെയ്യാൻ വന്നതല്ല. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ തന്ത ആരാണെന്ന് അറിയാനും വന്നതല്ല. രാജീവ് ഞങ്ങളെ വിളിച്ചു പറഞ്ഞിട്ട് അത് അന്വേഷിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാ. അതിപ്പോ ഞാൻ മോളെ, അവർക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയട്ടെ. കാര്യങ്ങളൊക്കെ ഒരു തീർപ്പിലെത്തണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. അല്ല, ഇത്ര അവള് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രയും ദിവസം അവിടെ നിന്നപ്പോ ഉണ്ടാകാത്ത ലക്ഷണങ്ങള് ഇവിടെ വന്നപ്പോ മാത്രമാണോ ഉണ്ടായത്? അവിടെ വെച്ച് നീ ഗർഭിണിയാണെന്ന വിവരം നിനക്കറിയില്ലായിരുന്നോന്നാ ഞാൻ ചോദിക്കുന്നത്. അതിന് അവളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല വിജയലക്ഷ്മി. ഇവിടെ ഡോക്ടർ വന്ന് നോക്കി പറയുമ്പോഴാ ഞങ്ങളും ഇവളും ഒക്കെ അറിയുന്നത്. പിന്നെ നിങ്ങൾ എന്ത് കരുതി? എനിക്കാരെങ്കിലും ദിവ്യഗർഭം തന്നതാണെന്നോ? എടീ, ഹേയ്, കണ്ടില്ലേ ഇവള് നാവ് വളയ്ക്കുന്നത്? ഈ തറുതല പറച്ചിലും മേലും കേടി നോക്കാതെയുള്ള പെരുമാറ്റവും പിന്നെ എങ്ങനെയാ അവൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ സ്വസ്ഥതയോടെ ജീവിക്കുന്നത്? പഠിപ്പിച്ച് പാകമാക്കി വെച്ചിരിക്കുന്നത് ഈ പരുവത്തിലല്ലേ? അതെ, പഠിപ്പിച്ചതിന്റെ മഹത്വമൊന്നും നിങ്ങൾ പറയണ്ട. രാജീവ് സാറ് പല സന്ദർഭങ്ങളിലും നിങ്ങളുടെ വാക്ക് കേട്ട് ചേച്ചിയോട് കാണിച്ചത് എന്താന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഒരു പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടുവരുന്നത് അമ്മയും അമ്മാവനും പറയുന്നത് കേട്ട് അവരുടെ താളത്തിനൊത്ത് നിന്നുകൊണ്ട് അവളെ ദ്രോഹിക്കാനായിട്ടല്ല, ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കാനായിട്ടാ. ആദ്യം മകനെ അത് പറഞ്ഞു പഠിപ്പിക്കാൻ നോക്ക്. എന്നിട്ട് ഇവിടെ പഠിപ്പിച്ചതിന്റെ ഒക്കെ കണക്കെടുക്കാം. പിന്നെ ഇപ്പൊ നിങ്ങൾ എന്റെ ചേച്ചി അടിക്കാൻ കൈ ഓങ്ങിയത് ഞാൻ കണ്ടു. ഇതുവരെ ചേച്ചിയെ നിങ്ങൾ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് പലതും മനസ്സിലായി.